സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ സുഖമായിരിക്കുവാനും അനുഗ്രഹിക്കപ്പെടേണ്ടതിനും ആത്മീയമായി വർധനവ് പ്രാപിക്കണമെന്നും ലോകത്തിൽ ഉണ്ടാകുന്ന പോരാട്ടങ്ങളെ ജയിക്കുന്നവരായിരിക്കണമെന്നും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് മുൻപോട്ട് പോകേണ്ടതിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യങ്ങൾ നിങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി എല്ലാ ദിവസവും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ താലന്തുകളെ, വരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം, ഏൽപ്പിച്ചു കൊടുക്കുക, കീഴ്വഴങ്ങുക. എന്താണ് ഡിസിഷൻ? ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തീരുമാനം. ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്നുള്ളതായ ഒരു തീരുമാനം ഈ സന്ദേശം കേൾക്കുന്ന ആളുകൾ ഒരു ഉറച്ച തീരുമാനം എടുക്കണമെന്ന്, ഒരു നല്ല തീരുമാനം നിങ്ങൾ എടുക്കണമെന്ന്, ഒരു നല്ല ഡിസിഷൻ എടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആർ യു റെഡി? ആർ യു റെഡി? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ശരിയായ തീരുമാനം എടുക്കാതിരിക്കുമ്പോൾ എത്രമാത്രം നഷ്ടമുണ്ടാകുന്നു, അതിനേക്കാൾ വലിയ നഷ്ടമായിരിക്കും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. ബൈബിളിൽ നിന്ന് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഈ വ്യക്തി എടുത്തതായ തീരുമാനം ആ വ്യക്തി എത്രമാത്രം സ്വാധീനിച്ചു എന്ന് നോക്കാം. നിങ്ങളുടെ വേദപുസ്തകത്തിൽ രൂത്ത് എന്നുള്ള ഒരു പുസ്തകമുണ്ടല്ലോ. ഇവിടെ ഈ രണ്ട് മരുമക്കൾക്കുമുള്ളതായ തീരുമാനത്തിൽ വ്യത്യാസം കാണാം. നോക്കൂ, ഒരാൾ എന്താണ് ചെയ്തത്? 14-ാമത്തെ വാക്യം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു, ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു, രൂത്തോ അവളോട് പറ്റി നിന്നു. അവിടെ ഓർപ്പയും രൂത്തിനെയൊക്കെ മാറ്റുക, നിങ്ങളുടെ പേരിടുക. ചുംബിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കൊച്ചുകുട്ടികൾ വെളിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊച്ചുകുട്ടികളെ വെളിയിലേക്ക് പറഞ്ഞുവിടുന്ന സമയത്ത് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞയക്കും. അതായത് യാത്ര അയക്കുന്ന സമയത്ത് ഉമ്മ കൊടുത്ത് ശരി അമ്മാവിയമ്മേ എന്ന് പറഞ്ഞിട്ട് ചുംബിച്ച് പിരിയുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? പിരിയുന്നു. എന്നാൽ ഇവിടെ രൂത്ത് തൻ്റെ അമ്മാവിയമ്മയോട് ചേർന്ന് നിന്നു. ഓർപ്പ എവിടേക്ക് പോയെന്നറിയാമോ? എവിടേക്കോ പോയി, ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ചരിത്രത്തിൽ അവളുടെ വിഷയം പിന്നെ പറയുന്നില്ല. അവളുടെ കാര്യത്തെക്കുറിച്ചൊന്നും തന്നെ നമുക്ക് അറിയുന്നില്ല. അവളുടെ ഭാവി എന്തായി, അവളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് നമുക്കൊന്നും തന്നെ അറിയുകയില്ല. അവൾ കടന്നു പോകാനിടയായി എത്രമാത്രം. അങ്ങനെയുള്ളവരുടെ ചരിത്രം കാണുകയില്ല. അവർ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോകും. അതാണ്. നീ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് നന്നായിട്ടെടുക്കണം. രൂത്ത് നല്ല ഒരു തീരുമാനമെടുത്തു. രൂത്ത് തൻ്റെ അമ്മാവിയമ്മയോട് ചേർന്നു നിന്നു. തമിഴ് ബൈബിളിൽ പറയുന്നു വിടാമൽ പട്ടുകൊണ്ടാൽ, അതായത് വിട്ടുപിരിയാതെ മുറുകെ പിടിക്കുവാനിടയായി. എന്താണ് ചെയ്തത്? നീ പോകൂ എന്ന് പറയുമ്പോൾ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. പോകില്ല എന്ന് പറഞ്ഞ മുറുകെ പിടിക്കുകയാണ്. അവൾ എന്തു പറഞ്ഞു? നിന്റെ കൂടെയുള്ള ദൈവത്തെ ഞാൻ കണ്ടു, ആ ദൈവത്തെ എനിക്ക് വേണം. നിന്റെ ജനത്തെ എനിക്ക് വേണം. എൻ്റെ ജനമെല്ലാം അന്യജനമാണ്, അവർ മൂഢന്മാരാണ്, അവർ ദുഷ്ടന്മാരാണ്. നിന്റെ കൂടെ വരുവാനാണ് എൻ്റെ ആഗ്രഹം. നിന്റെ ജനത്തോടൊപ്പം എനിക്കും വസിക്കണം. നിന്റെ ദൈവം എൻ്റെ ദൈവമായിരിക്കണം. നിന്റെ വാർദ്ധക്യകാലത്ത് ഞാൻ നിനക്ക് താങ്ങായിരിക്കണം എന്ന നല്ല ഒരു തീരുമാനം അവൾ എടുത്തു. ആ വചനം നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം എല്ലാവർക്കും ചേർന്ന് വായിക്കാം. വായിക്കുന്നു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ
മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. എന്താണ്? എൻ്റെ പിന്നാലെ വരരുതെന്ന് നീ പറയുവാൻ പാടില്ല. നീ പോകുന്നിടത്തേക്ക് തന്നെ ഞാനും പോരും. ഇപ്പോൾ രൂത്തിനെയും നവോമിയെ മാറ്റി നിർത്തുക. രൂത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളും, അതുപോലെ നവോമിയുടെ സ്ഥാനത്ത് യേശുവും. ഇപ്പോൾ പറയുക, നീ പോകുന്നിടത്തേക്ക് തന്നെ ഞാനും പോരും. അതായത് യേശു ക്രിസ്തു പോകുന്നിടത്തേക്ക് തന്നെ നമ്മളും പോകണം. യേശു സിനിമാ ഹാളിൽ പോകുമോ? യേശു ക്രിസ്തു അയൽക്കാരുമായിട്ട് കലഹിക്കാൻ പോകുമോ? അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമോ? ദുഷ്ടത പ്രവർത്തിക്കുമോ? പിശാചിന്റെ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്ത് പോകുമോ? നീ പോകുന്നിടത്തേക്ക് തന്നെ ഞാനും പോരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടേക്ക് പോകുവാൻ ആലോചിച്ചാലും അത് കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ മാത്രമേ പോകാവൂ. കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ മാത്രമേ കടന്നു പോകാവുള്ളൂ. അപ്പോൾ ആ പോകുന്ന പോക്ക് നിനക്ക് അനുഗ്രഹമായി തീരും. നീ ചെല്ലുന്ന ഇടത്ത് തന്നെ നീ ഒരു അനുഗ്രഹമായി മാറും. അതുമൂലം നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകാനിടയാകും. ഇന്ന് തന്നെ തീരുമാനിക്കുക. ഇന്നു മുതൽ നിങ്ങളുടെ കാലെടുത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്നാകട്ടെ എങ്ങോട്ടെങ്കിലും പുറപ്പെടാൻ തുടങ്ങുമ്പോൾ, ഈ കാലത്ത് പലരോടും എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് കോപമുണ്ടാകും. നീ എവിടെ പോകുന്നു? നിങ്ങൾക്കെന്താണ്? എനിക്ക് തോന്നിയ സ്ഥലത്തേക്ക് ഞാൻ പോകുമെന്ന് പറയും. നോ, ഒരു ക്രിസ്ത്യാനി അങ്ങനെ പറയുവാൻ പാടില്ല. നീ എവിടെ പോകുന്നുവെന്ന് നിന്റെ മകൻ ചോദിച്ചാലും, മകൾ ചോദിച്ചാലും, ഭാര്യ ചോദിച്ചാലും, ഭർത്താവ് ചോദിച്ചാലും മറുപടി പറയാൻ നീ എന്തിനാണ് മടി കാണിക്കുന്നത്? എവിടേക്ക് പോകുന്നു എന്ന് പറയുക. എന്താണ്? നീ കർത്താവ് പോകുന്ന ഇടത്തേക്ക് പോകുകയാണെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ മാത്രമാണ് നീ ഭയപ്പെടുന്നത്. ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക. നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്നതായ സമയത്ത്, കർത്താവേ നീ എൻ്റെ കൂടെ വരണമേ. എന്താണ് മോശ പറഞ്ഞത്? കർത്താവേ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും അയക്കരുതേ. ഇന്നുള്ള മനുഷ്യർ തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു, ദൈവത്തിന്റെ ഹിതത്തെ മറികടക്കുന്നു. നീ പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നു, നീ പറയുന്ന കാര്യമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. നിന്നിൽ ഞാൻ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. നോക്കുക, ഈ കാലത്ത് യേശുക്രിസ്തുവിനെ കൂടാതെ വേറെ ഏതെങ്കിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? സെൽഫോൺ ഇപ്പോൾ ഒരു ദൈവമാണ്, അറിയാമോ? നിങ്ങളുടെ സെൽഫോണ് ഒരു ദൈവമാണ്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആരെയാണ് നോക്കുന്നത്? ആരെയാണ് ദർശിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ SMS എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടോ? ആരാണ്? രാത്രിയിലെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? നോക്കട്ടെ. അതായത് രാവിലെയും രാത്രിയിലും ആരെയാണ് ദർശിക്കുന്നത്? ദൈവത്തെ ദർശിക്കാതെ ഇപ്പോൾ ആരെയാണ് ദർശിക്കുന്നത്? സെൽഫോണാണ് ദർശിക്കുന്നത്. പണ്ട് പറയാമായിരുന്നു എന്തൊക്കെയായാലും വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ പറയും എന്തൊക്കെയായാലും കയ്യിൽ സ്വന്തമായിട്ട് ഒരു വില കൂടിയ ഫോൺ ഉണ്ടായാൽ മാത്രം മതിയെന്ന്. പലരും ഞങ്ങൾക്ക് കത്തെഴുതാറുണ്ട്, ദൈവദാസ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഒരുപാട് കഷ്ടമാണ്, കഴിക്കുവാൻ ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥയാണ്, വളരെ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും കടബാധ്യതയിലുമൊക്കെയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ഫോൺ നമ്പർ ഇതാണെന്ന്. കഴിക്കുവാൻ ആഹാരമില്ല, എന്നാൽ ഫോണിൻ്റെ ബില്ലടയ്ക്കുവാനായിട്ട് സെൽഫോൺ വാങ്ങാൻ, വില കൂടിയ ഫോൺ വാങ്ങാൻ നമുക്ക് പണം കിട്ടി, അത് വേറെ കാര്യം. എന്നാൽ ഈ ഫോണിന് അതിൻ്റെ ബില്ലടയ്ക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോണിന് ബില്ല് എത്രയാകും നോക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എത്രയാണ്? ഫോൺ വേണ്ടെന്ന് പറയില്ല. നിങ്ങളുടെ വീട്ടിൽ സെൽഫോൺ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. എന്നാൽ നിങ്ങളത് ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ഇന്ന് അനേകം ആളുകൾ അനാത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഭക്തിഹീനമായ കാര്യങ്ങൾക്ക് വേണ്ടി, അവ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നു. അതുപോലെ തന്നെ കലഹവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇന്ന് ബസ്സിൽ കയറിയോ? കയറി. ഏത് നമ്പർ ബസ്സാണ്? ഇത്ര നമ്പർ ബസ്സാണ്. നിങ്ങളെന്തിനാ ആ ബസ്സിൽ തന്നെ കയറിയത്? അതിനെക്കാട്ടി രസം, ഹാളിലിരിക്കുന്ന വ്യക്തി അടുക്കളയിരിക്കുന്ന സ്ത്രീക്ക് ഫോൺ ചെയ്ത് ചോദിക്കും, ആഹാരം റെഡിയായോ? കറി വേകുന്നതേ ഉള്ളൂ, നിൽക്ക്. നേരെ സംസാരിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് മനുഷ്യൻ ദൂരെ ഫോണിൽ സംസാരിക്കുമ്പോൾ നേരെ ഇരുന്ന് അടുത്തിരുന്ന് സംസാരിക്കുന്ന ആ വാത്സല്യവും സ്നേഹവും ഐക്യതയും അടുപ്പവും എങ്ങനെയാണ് ഉണ്ടാകുന്നത് പറയുക. എമർജൻസിക്ക് ഫോണിൽ സംസാരിക്കുന്നത് നല്ലതാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫോണിൽ സംസാരിച്ചാൽ യഥാർത്ഥമായ ശരിയായ കാര്യമല്ല. പിശാച് എത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നോക്കുക. വ്യർത്ഥമായ ഭാഷണങ്ങളിൽ
നന്മയുണ്ടാകില്ല. ഇനിയും വിചിത്രം എന്താണെന്ന് വെച്ചാൽ പണം കൊടുത്തിട്ടാണ് വ്യർത്ഥമായ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഫോണിനെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫോൺ തന്നെ നിങ്ങളുടെ ദൈവമായിട്ട് മാറും. നിങ്ങളുടെ TV നിങ്ങളുടെ ദൈവമാകും. നിങ്ങളുടെ ഇൻ്റർനെറ്റ് എന്തൊരു നെറ്റാണ്? എന്താണ് നെറ്റ് എന്ന് പറഞ്ഞാൽ? നെറ്റ് അത് വലയാണ്. വല. പാപം ചെയ്യുന്ന വ്യക്തി നെറ്റിനരികിൽ ഇരിക്കുമ്പോൾ ആ നെറ്റിലേക്ക് വീണു പോകുവാൻ, അഗാധത്തിലേക്ക് കുരുങ്ങിപ്പോകുവാനിടയാകും. അശുദ്ധിയുള്ള ദൃശ്യങ്ങൾ, അശുദ്ധിയായ സംഭാഷണങ്ങൾ, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പാതാളത്തിലേക്ക് വീണു പോകുവാനിടയാകും. ബി കെയർഫുൾ. നിങ്ങളിൽ എത്ര ആളുകളുണ്ട് ഇന്റർനെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ? നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളൊന്നും പാപികളല്ല. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വാണിംഗ് മാത്രമാണ് തരുന്നത്. ഒരിക്കലും നിങ്ങൾ ഇന്റർനെറ്റ് മിസ്യൂസ് ചെയ്യരുത്. നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഇന്റർനെറ്റ് കാരണം നാം ഒരിക്കലും നരകത്തിലേക്ക് പോകുവാൻ പാടില്ല. നിന്റെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. ദൈവമെന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് ദൈവത്തിനാണ്. പരിപൂർണമായിട്ട് മറ്റെല്ലാത്തിനേക്കാളും ഒന്നാം സ്ഥാനം നീ ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെക്കാൾ അധികമായി നീ മറ്റേ എന്തിനെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അത് നിന്റെ വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ ഉപരി ആർക്കെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അത് നിന്റെ മറ്റൊരു ദൈവമായിട്ട് മാറുകയാണ്. നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടുകൂടി, പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ പോകുന്നിടത്തേക്ക് ഞാനും പോകുവാനിടയാകും. നോക്കൂ എന്താണ് വായിക്കുന്നത്. അടുത്തതെന്താണ്? നിന്റെ ജനം എൻ്റെ ജനം. നിന്റെ ജനം തന്നെയാണ് എൻ്റെ ജനവും. യേശുക്രിസ്തു ഒരു തവണ പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും വരുവാനിടയായി. അപ്പോൾ ആരോ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ അമ്മയും സഹോദരങ്ങളും കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നവൻ ആരാണോ അതാകുന്നു എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളുമെന്ന്. കണ്ടില്ലേ? നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതിന് ശേഷം, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ശേഷം നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ സഹവാസവും ആരോടൊപ്പം ആയിരിക്കണമെന്നറിയാമോ? ദൈവത്തിൻ്റെ മക്കളുമായിട്ട്. അനേകം ആളുകൾക്ക് ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടാണ് അവർ വിശ്വാസത്തിൽ വീണു പോകുന്നത്. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ജനം എൻ്റെ ജനം. ഞാൻ നിമിത്തമായി ആർക്കെങ്കിലും അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിലും സ്വർഗത്തിലും 100 ഇരട്ടി പ്രതിഫലം നിനക്ക് ലഭിക്കും. കർത്താവ് നിമിത്തം നിനക്കെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നീ ഭയപ്പെടേണ്ട. നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 100 ഇരട്ടി അവൻ മടക്കി നൽകുവാൻ ഇടയാകും. ദൈവമക്കളുമായുള്ള കൂട്ടായ്മ വളരെ പ്രധാനമാണ്. ഒരു നല്ല ദൈവവിശ്വാസിയോടൊപ്പം, ദൈവത്തിൻ്റെ പൈതലിനോടൊപ്പം നീ കരം കോർത്ത് നീ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിനക്ക് ആശ്വാസം ലഭിക്കും. നീ ഉണർവ് പ്രാപിക്കാനിടയാകും. രൂത്ത് ഒരു തീരുമാനമെടുത്തു. നവോമിയുടെ ദൈവം വലിയ ദൈവമാണ്. നവോമിയുടെ വിശ്വാസം വലിയതാണ്. നവോമിയുടെ ജനം വിശ്വാസികളാണ്. നവോമി ചെല്ലുന്ന ഇടം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഇടമാണ്. അതുകൊണ്ട് പറഞ്ഞു, നീ പോകുന്നിടത്തേക്ക് ഞാനും വരും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്തിന് മാത്രമേ നമ്മെ തമ്മിൽ വേർപിരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. യേശുക്രിസ്തുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്ര കാലത്തേക്കുള്ളതാണ്? ചില ആളുകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന 10, 15 അല്ലെങ്കിൽ 21 ദിവസം അല്ലെങ്കിൽ 40 ദിവസമായിരിക്കും. അന്ന് മാത്രം ഒരുപാട് പ്രാർത്ഥിക്കും, സിനിമ കാണാൻ പോവുകയില്ല. ഞായറാഴ്ച മാത്രം വൈകുന്നേരം വരെ നല്ല ഭക്തിയോടെ ഞാൻ ഇരിക്കും. അതല്ല യഥാർത്ഥ ക്രിസ്തീയ ഭക്തി. യേശുവുമായിട്ടുള്ള നിന്റെ യഥാർത്ഥമായ വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, ചർച്ചിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഡ്യൂട്ടിയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഈ ദിവസമാണെങ്കിലും നാളെയാണെങ്കിലും ഒരാഴ്ച കഴിഞ്ഞാണെങ്കിലും 1 മാസം കഴിഞ്ഞാണെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ദൈവത്തിനു വേണ്ടി മാത്രം അവസാന ശ്വാസം വരെയും ദൈവത്തിനു വേണ്ടി ജീവിക്കണം. നീ മരിക്കുന്നിടത്ത് തന്നെ ഞാനും മരിക്കും. കർത്താവ് എന്താണ് പറഞ്ഞത്? മരണം വരെയും വിശ്വസ്തനായി ഇരിക്കുക എങ്കിൽ ഞാൻ നിനക്ക് ജീവകിരീടം നൽകുമെന്നാണ് പറഞ്ഞത്. എത്ര പേർ അങ്ങനെയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്? 6 മാസമോ 3 മാസമോ അല്ല ഭക്തിക്ക് വേണ്ടത്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. നാം ദൈവം മുമ്പാകെ ഒരു തീരുമാനമെടുക്കണം. നാം ഒരു കാര്യം മാത്രം ഇന്ന് ചെയ്താൽ മതി. തീരുമാനമെടുക്കുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി നാം തീരുമാനമെടുക്കേണ്ടതാണ്. അല്ലാതെ എനിക്ക് നിൽക്കുവാൻ കഴിയുമോ? ഭക്തി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? പിശാച് എന്നെ പരിശോധിക്കുമോ? ഞാൻ വീണു പോകുമോ? ഞാൻ പരാജയപ്പെടുമോ? ഞാൻ തകർന്നു പോകുമോ? അങ്ങനെയല്ല. ആ തീരുമാനം എങ്ങനെയാണ്? നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും. നിന്റെ ജനം എൻ്റെയും ജനം, നിന്റെ ദൈവം
എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയാതിരിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വിഷയങ്ങൾ നാം ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വ്യക്തി എടുത്തതായ തീരുമാനത്തിൽ കൂടി അനേകം ജനങ്ങൾക്ക് അനുഗ്രഹമായി മാറി. ഒരു കാന്തത്തിലേക്ക്, നല്ല കാന്തശക്തിയുള്ള ഒരു കാന്തത്തിലേക്ക് ഒരു പിന്ന് കൊണ്ട് വെക്കുകയാണെങ്കിൽ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ എന്തു പറ്റും? ആ പിന്നിലേക്ക് വേറൊരു പിന്ന് കൊണ്ട് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ആ പിന്നിൻ്റെ ചുവട്ടിൽ മറ്റൊരു പിന്ന് കൊണ്ട് മുട്ടിച്ചാൽ എന്തു പറ്റും? അങ്ങനെ ഈ പിന്നുകളിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആ കാന്തമാണ്. യേശുക്രിസ്തുവിനോട് നീ പറ്റിച്ചേർന്ന് നിന്നാൽ നിന്നെ കണ്ടുകൊണ്ട് അനേകം ആളുകൾ കർത്താവിൻ്റെ അരികിലേക്ക് വരുവാനുള്ളതായ അവസരം എല്ലാവർക്കും ഉണ്ടാവുകയാണ്. എന്നാൽ നീ കർത്താവിനെ വിട്ടുപിരിയുകയാണെങ്കിൽ, ആ മെയിൻ പിന്ന്, കാന്തത്തോട് ചേർന്ന് നിൽക്കുന്ന ആ മെയിൻ പിന്ന് വിടുവിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പിന്നുകളും എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? പടപടപടപടാന്ന് എല്ലാം താഴ് വീഴുവാനിടയാകും. പിന്നെ അതിന് ഒരു ശക്തിയും കാണുകയില്ല. ഇക്കാലത്ത് അങ്ങനെ പിശാചും മെയിൻ പിന്നിനെ ഇളക്കി മാറ്റുവാൻ നോക്കുകയാണ്. മെയിൻ ദേവദാസനെയാണ് പിടിക്കാൻ ശ്രമിക്കുന്നത്. സഭയിലുള്ളതായ നല്ല വിശ്വാസിയെ മോശമാക്കുവാൻ ശ്രമിക്കുകയാണ്, പിന്തുടരുകയാണ്. പിശാചിനോട് എതിർത്ത് നിൽക്കുക. നീ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കൂ. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന്റെ ചിന്തകൾക്ക് ഇടം കൊടുക്കരുത്. നീ ഓരോ ദിവസങ്ങളിലും എടുക്കുന്നതായ തീരുമാനങ്ങൾ പരിശോധിക്കുക. രൂത്ത് നവോമിയെ അനുഗമിച്ചു. 2 വിധവകളായവർ അവർ ആ ദേശത്തിലേക്ക് പോയി. അവിടെ അവർക്ക് കൃഷി ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ല, കഴിക്കുവാൻ അവർക്ക് ആഹാരമില്ല. എന്നാൽ അവിടെ ചെന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു മാർഗം തുറന്നു കൊടുത്തു. ദൈവം ബോവസിനെ അവർക്ക് വേണ്ടി ഒരുക്കി. രൂത്ത് ബോവസിന്റെ ഭാര്യയായിട്ട് മാറി. അങ്ങനെ രൂത്തിന് ബോവസിൽ ഒരു മകൻ ജനിച്ചു. ആ മകനിൽ കൂടിയാണ് യേശുക്രിസ്തുവിന്റെ വംശാവലി ഉണ്ടായത്. എവിടെയോ കിടന്നതായ ഒരു അന്യസ്ത്രീ, ദൈവത്താൽ തള്ളപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീ, തള്ളപ്പെട്ട് കിടക്കുന്നതായ ഒരു ജനസമൂഹം. എന്നാൽ അവൾ എടുത്തതായ തീരുമാനം മുഖേന ദൈവജനത്തിന്റെ കൂട്ടത്തിൽ വരുവാനും അവൾ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ വരുവാനും ഇടയായി. നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ചിലർ ഇവയെല്ലാം തന്നെ വായിക്കില്ല. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് യേശുക്രിസ്തു ജനിച്ചത്. മോവാബ്യർ അങ്ങനെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് വരാനിടയായി. അവളെടുത്തതായ തീരുമാനം അവളെ ഉന്നതത്തിൽ കൊണ്ടുപോയി. അവളുടെ വരണ്ടുണങ്ങിയതായ ജീവിതം, അവളുടെ ജീവിതത്തിൽ പച്ചപ്പില്ല, മുൻപോട്ട് പോകുവാൻ യാതൊരു ലക്ഷ്യവും ഇല്ലാത്തതായ സമയം, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകില്ല എന്ന് വിചാരിച്ച രൂത്തിന്റെ ജീവിതത്തിൽ നന്മയുണ്ടായി. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ നീ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് നിന്റെ ഇഷ്ടപ്രകാരം മുൻപോട്ട് ചുവടുകൾ വെച്ച് നിന്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഗതി നഷ്ടപ്പെട്ട അവസ്ഥയാകാം, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഈ ലോക സംബന്ധമായ ജോലിയും സൗകര്യങ്ങളും പണവും എല്ലാം ഉണ്ടാകാം. എന്നാൽ സമാധാനവും സന്തോഷമില്ലാതിരിക്കാം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാതിരിക്കാം, സമാധാനമില്ലാതിരിക്കാം. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗതി വന്നത്, ഇങ്ങനെയുള്ള ഞെരുക്കം ഉണ്ടായത് എന്നുള്ള നിരാശയിൽ ഈ ദിവസം ആയിരിക്കുന്നുവെങ്കിൽ മേക്ക് എ ഡിസിഷൻ, ഒരു തീരുമാനമെടുക്കുക. ഈ ദിവസം മുതൽ ഞാൻ യേശുക്രിസ്തുവിനെ അനുഗമിക്കും, അവന്റെ മക്കളുമായി കൂട്ടായ്മ ആചരിക്കും, അവനിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവന്റെ വഴിയിൽ കൂടി ഞാൻ നടക്കും, അവനില്ലാതെ മറ്റൊരു ദൈവവും എൻ്റെ ജീവിതത്തിൽ ഇനി കാണില്ല എന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നീ നന്മ പ്രാപിക്കും. നീ മറ്റനേകം ആളുകൾക്ക് അനുഗ്രഹമായി തീരും. മോവാബ്യ സ്ത്രീയായിരുന്ന വിധവയായിരുന്നതായ രൂത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഭാഗ്യ പദവി നോക്കുമ്പോൾ എന്നെയും നിന്നെയും അതുപോലെ ദൈവം തിരഞ്ഞെടുത്തതാണ്. നിന്നെയും ദൈവ പൈതലാക്കി മാറ്റുവാൻ, നിന്നെയും അവന്റെ രാജ്യത്തിന്റെ വിസ്താരത്തിനു വേണ്ടി ഉപയോഗമാകത്തക്കവണ്ണം ആയുധമാക്കി തീർക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിനു വേണ്ടി നിന്നെ തന്നെ നീ സമർപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കണ്ണുകളടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സത്യസന്ധമായി, വിശ്വസ്തയോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി, കർത്താവേ, നിന്റെ ഹിതത്തിന് വിരുദ്ധമായി എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയിട്ട്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ച് ഒരുപാട് നഷ്ടം വരുത്തിവെച്ചു. ലക്ഷ്യമില്ലാത്ത അവസ്ഥയിൽ ഞാൻ അകപ്പെട്ടുപോയി. കർത്താവേ,
അനുഗ്രഹവും നന്മയുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ വരണ്ടുണങ്ങിപ്പോയി. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. എൻ്റെ താലന്തുകൾ എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. നിന്റെ ഹിതം മനസ്സിലാക്കുവാൻ കഴിയാതെ ഞാൻ നിരാശപ്പെട്ടു പോവുകയാണ് കർത്താവേ. ഇന്ന് നിന്റെ ഹിതം മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തെറ്റുകളെല്ലാം നീ ക്ഷമിക്കണമേ. എൻ്റെ അവിശ്വാസങ്ങളൊന്നും കണക്കിടരുതേ. എൻ്റെ പാപങ്ങളെല്ലാം നീ ക്ഷമിക്കണമേ. ഈ ദിവസം മുതൽ ഞാൻ നിന്നോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്നു, നിന്നോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ തന്നെയാണ് എൻ്റെ രാജാവ്, നീ തന്നെയാണ് എൻ്റെ ദൈവം. കർത്താവേ, എന്നോട് മനസ്സലിയണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് നീയാണ് വേണ്ടത്. കർത്താവേ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണമപ്പാ, നിന്റെ കൃപ എനിക്ക് വേണം. ഞാൻ നിന്നോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ അനുഗമിക്കുന്നു. കർത്താവ്, നിന്നോടൊപ്പം ആയിരിക്കുന്നു. നീ എന്നെ സഹായിക്കണമേ. എന്നെ വിട്ടുപിരിയരുതേ, എന്നെ ഉപേക്ഷിച്ച് കളയരുതേ. ഓർപ്പെ പോലെ ഞാനും ചുംബിച്ച് തിരിച്ചുപോയി നഷ്ടപ്പെടുവാനിടയാകരുതേ. നിന്നെ അനുഗമിച്ച് നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ സമയം ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി കർത്താവിനോടൊപ്പം ജീവിക്കുമെന്ന് എൻ്റെ ഹൃദയാന്തരത്തിൽ ഞാനിപ്പോൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഗതി നഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുകയായിരുന്നു. വഴിതെറ്റിപ്പോയതായ ജീവിതത്തിൽ, ലക്ഷ്യമില്ലാത്ത അവസ്ഥയിൽ ഞാൻ വീണുകിടക്കുന്നു. ഞാനിപ്പോൾ തെറ്റു മനസ്സിലായിരിക്കുന്നു. ശരിയായ മാർഗത്തിലേക്ക് വരുവാൻ, യേശുവിൻ്റെ മാർഗത്തിലേക്ക് വരുവാനായിട്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഈ ദിവസം മുതൽ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനോടൊപ്പം അന്ത്യം വരെയും ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ തീരുമാനത്തെ, എൻ്റെ ഇഷ്ടത്തെ കർത്താവ് മുദ്ര ചെയ്യണമെന്ന്, അതിനെ അംഗീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, നീ എന്നെ അംഗീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് തന്നെ അല്പസമയം എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ സത്യമായും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. മറ്റുള്ളവരെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർക്കരുത്. കർത്താവ് നിന്നെ കാണുന്നുണ്ട്. അവൻ നിന്നെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ നിന്റെ ജീവിതം ഒരു നന്മയായിട്ട്, അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നതിന് വേണ്ടി, നിന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. ആ സ്വർഗീയ കനാനിലേക്ക് നിന്നെ നടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇതാ എൻ്റെ ജീവിതം. കർത്താവ്, എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പാ, ഇതാ എൻ്റെ ജീവിതം. നിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സാക്ഷിയായി തീരുവാൻ ആഗ്രഹിക്കുന്നു. പിശാചിനെ ഞാൻ ഇനി ഭയപ്പെടില്ല. പിശാചിനെ ഞാൻ ഇനി അനുസരിക്കില്ല. കർത്താവ്, നീ എന്നെ ബലപ്പെടുത്തണമേ. നീ എന്നെ സഹായിക്കുമാറാകണമേ. ഇന്നെടുത്തതായ തീരുമാനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സഹായിക്കണമേ. ഈ ദിവസം ഞാൻ എടുത്തതായ തീരുമാനം എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യത്തെ മാറ്റിമറിക്കുന്നതാക്കി മാറ്റണമേ. എൻ്റെ ഭാവിയെ മാറ്റിമറിക്കുവാൻ ഇടയാക്കണമേ. എന്നെ സഹായിക്കണമേ. എല്ലാ വ്യക്തികളും വായു തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ദർശിക്കുന്ന സമയമാണിത്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, നിന്റെ മുറിവേറ്റതായ കരങ്ങളിലേക്ക് ഇവിടെ കൂടി വന്നിരിക്കുന്ന നിന്റെ സകല മക്കളെയും ഏൽപ്പിക്കുകയാണ്. നിന്റെ സന്നിധിയിൽ അവർ എടുത്തതായ തീരുമാനങ്ങൾ നീ കേട്ടിരിക്കുന്നുവല്ലോ. ഞാൻ യേശുവിനോടൊപ്പം ജീവിക്കുമെന്നും, അവൻ്റെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കുമെന്നും, അവൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നും, അന്ത്യം വരെയും വിശ്വസ്തയോടെ ജീവിക്കുമെന്നും ഏതെല്ലാം വ്യക്തികളാണോ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്, അങ്ങനെ ആശിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ നീ ചെയ്യുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നീ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതം നശിച്ചു പോയിരിക്കുന്നു, ഇനിയും എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ നീ ഒരു വലിയ മാറ്റം കൊടുക്കുമാറാകണമേ. അത്ഭുതകരമായ മാറ്റം നീ കൊടുക്കുമാറാകണമേ. രൂത്തിന്റെ ജീവിതത്തിൽ ചെയ്തതുപോലെ അത്ഭുതം ചെയ്യണമേ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വിലയേറിയ വാഗ്ദത്വവുമായിട്ട് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ സഹായിക്കണമേ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും എന്നുള്ള തീരുമാനമെടുക്കുവാൻ എല്ലാവരെയും നീ ബലപ്പെടുത്തണമേ. ആരുടെയെങ്കിലും ജീവിതത്തിൽ പിശാചിന്റെ തന്ത്രങ്ങൾ ഉണ്ട് എങ്കിൽ ഈ സമയത്ത് നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വിടുതൽ അയക്കുകയാണ് കർത്താവേ, വിടുവിക്കുകയാണ് കർത്താവേ. നിന്റെ മക്കൾ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന്, പിശാചിന്റെ കെണികളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നതിന് വേണ്ടി, നിന്നെ ആരാധിക്കുന്നതിന് വേണ്ടി
കൃപ കൊടുക്കണമേ. അവർ വീണ് കിടക്കുന്ന കുഴിയിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കണമേ. അവർ കുടുങ്ങിപ്പോയിരിക്കുന്ന കുടുക്കുകളിൽ നിന്ന് അവരെ നീ വിടുവിക്കുമാറാകണമേ കർത്താവേ. നിന്റെ നാമം ധരിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, നിന്റെ നാമത്തിന് സ്തുതി കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ക്രൂശ് എടുത്തുകൊണ്ട് അങ്ങയെ അനുഗമിക്കുവാൻ ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ മക്കളെയെല്ലാം സഹായിക്കണമേ. നിന്റെ മക്കളെയെല്ലാം നീ, പ്രാർത്ഥിക്കുന്ന മക്കളെയെല്ലാം നീ ബലപ്പെടുത്തുമാറാകണമേ. നിന്റെ കൃപയാൽ നീ നിറയ്ക്കണമേ, നീ സഹായിക്കുമാറാകണമേ, നീ ബലപ്പെടുത്തണമേ. ആത്മീയ ശക്തി പ്രാപിച്ചുകൊണ്ട്, ബലം പ്രാപിച്ചുകൊണ്ട് നിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നവരായിട്ട് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ നിന്റെ മക്കളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ